നിൻ്റെ കൈകൊണ്ട്, ബ്രദർ സിസ്റ്റർ, നിൻ്റെ കൈകൊണ്ട് നന്മകളുടെ കലവറ അവർക്കായി ദൈവം തുറന്നു കൊടുപ്പിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 56-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി, യോസേഫ് പണ്ടികശാലകളൊക്കെയും തുറന്നു, മിസ്രീമ്യർക്ക് ധാന്യം വിറ്റു. യോസേഫ് പണ്ടികശാലകളൊക്കെയും തുറന്നു. ആ തുറന്ന പണ്ടികശാലയിൽ നിന്ന് താനായിരിക്കുന്ന സ്ഥാനത്ത് തൻ്റെ പിറക്കാതെ പോയ അമ്മയുടെ ഉദരം കടം വാങ്ങാതെ പോയ സഹോദരന്മാരായിരിക്കുന്ന സഹോദരികളായിരിക്കുന്ന മിസ്രീമ്യർക്ക് ധാന്യം വിറ്റു. അയൽ നാടുകളിലുള്ളവർക്ക് ധാന്യം വിറ്റു. അവർക്ക് തിന്ന് തൃപ്തി വരുവാൻ തക്കവണ്ണം തൻ്റെ ഇങ്ങനെ ഒരുത്തൻ ഞങ്ങൾക്ക് സഹോദരനായി വേണ്ട എന്ന് പറഞ്ഞ് വിറ്റ് കളഞ്ഞ സഹോദരന്മാർ തിന്ന് തൃപ്തി വരുവാൻ തക്കവണ്ണം ധാന്യം വിറ്റു. അവർക്ക് വേണ്ടി പണ്ടികശാല തുറന്നു കൊടുത്തു. മകൻ നഷ്ടപ്പെട്ടു പോയെന്ന് കരഞ്ഞ് വിലപിച്ചായിരിക്കുന്ന തൻ്റെ അപ്പൻ തിന്ന് തൃപ്തി പ്രാപിക്കുവാൻ തക്കവണ്ണം പണ്ടികശാല തുറന്നു കൊടുത്തു. ചിലർ, നിനക്കൊപ്പമുള്ള ചിലർ നിന്റെ കരങ്ങളിലെ നന്മ അനുഭവിക്കുവാൻ തക്കവണ്ണം നിന്നിലൂടെ എൻ്റെ ദൈവം ചിലത് അവർക്ക് തുറന്നു കൊടുക്കുവാൻ പോകുക. ചോദ്യമാണ്, നിന്നെപ്പോലെ ഒരുത്തൻ എന്തിനാണ്, ഇങ്ങനെ ഒരു മകൻ എന്തിനാണ്, ഇങ്ങനെ ഒരു മകൾ എന്തിനാണ്, ഇതിന് വേണ്ടിയാണോ ഞങ്ങളുടെ നല്ല സമയം മുഴുവൻ ചിലവഴിച്ചത്? ഇന്നും നിനക്കൊരു ജോലി സ്ഥിരമായിട്ട് ചെയ്യുവാൻ, അയ്യോ അല്ലേ മോനെ മോളെ, അതാ സങ്കടം. ഇതിൻ്റെ പ്രശ്നം ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട്. ദൈവത്തിന് മനസ്സിലായിട്ടുണ്ട് നിന്നിലൂടെ നിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടത്, നിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടത് എൻ്റെ ദൈവം തുറപ്പിക്കുവാൻ പോകുക. യെസ്, പ്രാർത്ഥിക്കുക ബ്രാദർ. ചോദ്യമാണ്, ഞങ്ങളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനൊരു അപ്പൻ, ഇങ്ങനൊരു ഭർത്താവ് ഇത്രയൊക്കെ കടം വാങ്ങിച്ച് നീ കയറിപ്പോയി എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് എന്നിട്ട് എന്തായടി? ചോദ്യമാണ്. കാരണം കരങ്ങൾ ശൂന്യമാണ്. നിൻ്റെ കയ്യിലൊന്നുമില്ല അവർക്ക് കൊടുക്കുവാൻ. അവർ പ്രതീക്ഷിക്കുന്നത് കൊടുക്കേണ്ടതാണ്, പക്ഷെ അതിന് കഴിയുന്നില്ല. ദൈവം പറയുന്നു, ചിലത് നീ തുറന്നു കൊടുക്കുവാൻ പോകുന്നു, നന്മകൾ നീ തുറന്നു കൊടുക്കുവാൻ പോകുന്നു. പ്രിയ മാതാവേ, പിതാവേ, ചിലത് നീ തുറന്നു കൊടുക്കുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്, ആമേൻ. യോസേഫ് പണ്ടികശാലയുടെ വാതിൽ തുറന്നു. ഓ, ആ ക്ഷാമം മാറുവാൻ, അവരുടെ ആവശ്യത്തിന് വേണ്ടത് അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങളിലൂടെ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുവാൻ പോകുന്നു. ബ്രദർ, നിൻ്റെ ആ ബിസിനസ്സിലൂടെ അത് തുടങ്ങിയ സമയം മുതൽ ഒപ്പം ഉള്ളവർ തുടങ്ങിയ പ്രശ്നമാണ്. അവർ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരിലുള്ളതൊക്കെ നീ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ഇനി നിന്നിൽ നിന്ന് അവരിലേക്ക്, നിൻ്റെ ബിസിനസ് മേഖലയിൽ, നിൻ്റെ തൊഴിൽ മേഖലയിൽ നിന്ന്, ആ സ്ഥാപനത്തിൽ നിന്ന്, ആ കടയിൽ നിന്ന് നീ എടുത്ത ആ വാഹന മുഖാന്തരം, അതേ നിന്നിൽ നിന്ന് അവരിലേക്ക്. യെസ്, നീ പോയി എത്തിയ രാജ്യത്തു നിന്ന് നിൻ്റെ കുടുംബത്തിലേക്ക് ഇനിയും അങ്ങോട്ടേക്ക് കണക്ക് ചോദിച്ച് വാങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നിൽ നിന്ന് കണക്കില്ലാതെ നിൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക്. റെഡിയാണോ പ്രാർത്ഥനയുടെ ദൂത് ഏറ്റെടുക്കുവാൻ? നോക്കൂ, ഇവിടെ ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മെസ്സേജാണ് കേട്ടോ. ചില ആലോചനകൾ നിങ്ങൾ തിരിച്ചറിയുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവ് തന്ന ആലോചനയുമായി കണക്റ്റായിട്ടിരിക്കുന്ന ഒരു മെസ്സേജാണിത്. യോസഫ് തുറന്നു കൊടുത്തത് വെറുമൊരു വാതിലല്ല, 3 തലമുറയായി വെളിപ്പെട്ട് നിന്ന ഒരു പിന്തുടർച്ചയ്ക്ക് അറുതി വരുന്ന ഒരു വാതിലാണ്. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത് കണ്ടത്, അവരുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിരുന്നത്, അതിനൊക്കെ അറുതി വരുവാൻ പോവുകയാണ്. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കാലത്തൊരു ക്ഷാമമുണ്ടായി. അബ്രഹാം ആരാണ്? യോസേഫിൻ്റെ മുതുമുത്തച്ഛൻ അല്ലേ? ഒരു ക്ഷാമമുണ്ടായി, മിസ്രൈമിലേക്ക് പോയി. എവിടേക്ക്? മിസ്രൈമിലേക്ക് പോയി. ക്ഷാമമുണ്ടായി, മിസ്രൈമിലേക്ക് പോയി. 26-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇസഹാക്കിൻ്റെ കാലത്തും ഒരു ക്ഷാമമുണ്ടായി. മുതുമുത്തച്ഛൻ, യെസ്, മുതുമുത്തച്ഛൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി. ആരുടെ? യോസേഫിൻ്റെ.
പട്ടിണി തീർക്കുവാൻ വേണ്ടി ഫെലിസ്തീനയുടെ ദേശത്ത് കൈ നീട്ടി പോകുന്നു. അടുത്തത് യാക്കോബിൻ്റെ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം ക്ഷാമമുണ്ടായി. അപ്പൻ്റെ കാലത്തും ക്ഷാമം. കൈ നീട്ടുവാൻ വേണ്ടി മിസ്രൈമിലേക്ക്. യോസേഫിൻ്റെ സമയത്തും ക്ഷാമം. പക്ഷേ കൈ നീട്ടുന്നില്ല, കൈ നീട്ടി വാങ്ങുന്നില്ല, തുറന്നു കൊടുക്കുക. യെസ്, നിന്റെ കുടുംബത്തിനകത്ത് കണ്ട ഇന്നലകളിൽ കണ്ട ആ ക്ഷാമം, ആ ദാരിദ്ര്യം, അതിന് എൻ്റെ യേശു നിന്നിൽ അറുതി വരുത്തുവാൻ പോകുക. നീ കൈനീട്ടി വാങ്ങത്തില്ല, നീ കൈനീട്ടി കൊടുക്കും. ആ ദാരിദ്ര്യം ഇനി നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജനറേഷനിൽ വെളിപ്പെടത്തില്ല. ഓ യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ മക്കൾ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. പ്രിയ സിസ്റ്ററെ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന സഹോദരി, കേൾക്ക്. നിന്റെ മക്കൾ കൈനീട്ടുവാൻ, അടുത്ത തലമുറ കൈനീട്ടുവാൻ, അടുത്ത തലമുറ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പാരമ്പര്യമായിട്ട് വെളിപ്പെട്ട് നിൽക്കുക. അബ്രഹാമും ഇസഹാക്കും യാക്കോബും എല്ലാം അതേ അവസ്ഥയിലൂടെയാണ്. ഭക്തന്മാരാണ്, പേരൊക്കെ ഉണ്ട്, എല്ലാം ശരി തന്നെയാണ്. ബ്രദർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് പാസ്റ്ററേ, ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അതിങ്ങനെ പിന്തുടർന്ന് വരിക. ആ തലകുനിയിൽ ഞങ്ങളെക്കുറിച്ച് ദേശത്തിൽ നല്ലത് പറയാനില്ല. ഞങ്ങൾക്കിതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ നല്ല 4 പേര് പറയുന്ന ഒരുത്തനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. അതേ, കേൾക്കുക, നിൻ്റെ തലമുറ അവിധത്തിൽ ദേശത്തിൽ മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയും വിധത്തിലുള്ള ഒരുവനായി നിൽക്കുവാൻ പോകുക. ഓ, ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്നിൽ ചില പിന്തുടർച്ചകൾക്ക്, പാരമ്പര്യമായ ചില പിന്തുടർച്ചകൾക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ആ രോഗം നീ ചുമക്കേണ്ടി വരത്തില്ല. നിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന, അപ്പനുണ്ടായിരുന്ന, നിൻ്റെ അപ്പൂപ്പനുണ്ടായിരുന്ന, അമ്മുമ്മയ്ക്കുണ്ടായിരുന്ന ആ രോഗം നീ ചുമക്കേണ്ടി വരത്തില്ല. കടക്കാരനായി, ജപ്തിയായി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് വിറ്റുതുലച്ചു നിൽക്കുന്ന അവസ്ഥ നിനക്കുണ്ടാകത്തില്ല. ആ വിൽപ്പന നടക്കത്തില്ല, ജപ്തി നടക്കത്തില്ല. പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ, ആ പരാജയം എവിടെ ചെന്നാലും, എങ്ങോട്ട് പോയാലും പരാജയപ്പെട്ട് തലയിൽ മുണ്ടുവിട്ട് തിരികെ വന്ന് മുറിക്കകത്ത് കയറി കുത്തിയിരിക്കുന്ന ആ സീസൺ നിന്നിൽ അറുതിയായി. യോസേഫ് സീസൺ അറുതി വരുത്തുന്നവനാണ്. ഓ യെസ്, എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കുവാൻ ധൈര്യമുണ്ട്. എൻ്റെ തലമുറയിൽ ഇതിനൊക്കെ ഒരു അവസാനമുണ്ടാകും. ഇനി ആ പഴയ കേട്ട് പഴകിയ ആ ദാരിദ്ര്യത്തിൻ്റെ, കേട്ട് പഴകിയ ആ കഷ്ടതയുടെ, കേട്ട് പഴകിയ ആ കണ്ണുനീരിൻ്റെ, കേട്ട് പഴകിയ ആ നിരാശയുടെ അനുഭവം ഉണ്ടാകത്തില്ല. എൻ്റെ തലമുറയിൽ, ഈ തലമുറയിൽ, ഞാൻ ദൈവത്തെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കുന്ന തലമുറയിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന തലമുറയിൽ അതിന് അറുതി ഉണ്ടാകും. എല്ലാം തടസ്സമാണ്. ഏത് മേഖലയിൽ ഇറങ്ങിയാലും തടസ്സമാണ്. പണ്ടേ നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തിനകത്ത് ഒരു സമാധാനമില്ല. ചെറുപ്പകാലത്തൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വീട്ടിനകത്തും അത് തന്നെയായിരുന്നു. ഇനി നിൻ്റെ മക്കളിൽ അതുണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യോസേഫ് ചിലതിന് അറുതി വരുത്തുക. ഓ അമ്മേൻ, റെഡിയാണോ? പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആ സന്തോഷം പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാനും ഒപ്പമുള്ളവരിലേക്ക് ആ നന്മയുടെ വാതിലുകളെ തുറന്നു കൊടുക്കുവാനും ചില പാരമ്പര്യങ്ങൾക്ക് അറുതി വയ്ക്കുവാനും പിന്തുടർച്ചകൾക്ക് അറുതി വയ്ക്കുവാനും കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലുമായിരിക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നുവാ, വിടുതലോടെ മടങ്ങാം. കണ്ടടച്ചോ, വിശ്വസ്ത കർത്താവേ, നല്ലതും ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യമായ പിന്തുടർച്ചകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, പാരമ്പര്യമായ എല്ലാ രോഗങ്ങളും, പാരമ്പര്യമായി അനുഭവിക്കുന്ന ഞെരുക്കങ്ങളും കടങ്ങളും ദാരിദ്ര്യങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പാരമ്പര്യമായ തൊഴിലില്ലായ്മകൾ മാറി സ്ഥിര വരുമാനമുള്ള ജോലികൾ ഉണ്ടാകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. കടം മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. തലമുറകൾ, കുടുംബം, അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഭാവി അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ. വിധവകളാക്കി തീർക്കുന്ന വൈശാചിക മണ്ഡലങ്ങൾ അഴിയട്ടെ. കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കുന്ന പാരമ്പര്യ പോരുകൾ അഴിയട്ടെ. സ്വസ്ഥതയും സമാധാനവും കുടുംബങ്ങൾക്കകത്തുണ്ടാകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ചെറുതും വലുതുമായ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്ത് കടന്നുപോയിട്ട് നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. റിലീസുകൾ ലഭിക്കട്ടെ. ഓ, സ്വർഗം പ്രവർത്തിക്കണമേ. MOH IELTS പ്രോമെട്രിക്
എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ കർത്താവ്. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ, എല്ലാ വെല്ലുവിളികളും വഴിക്ക് മാറട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുപവസിച്ച് ഇവർ ശാപങ്ങളെ നീക്കുന്ന, പാരമ്പര്യമായ വെല്ലുവിളികളെ നീക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. നിങ്ങളിലൂടെ തന്നെ ചിലത് തുറന്നു കിട്ടുന്ന ആ അനുഭവമാവാം. അതേ കലവറകളെ തുറന്നു കൊടുക്കാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.